പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ, തിരുഹൃദയ ഭക്തി 3-ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. തിരുഹൃദയത്തോട് എങ്ങനെ നാം പ്രാർത്ഥിക്കണം, എപ്രകാരം നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ സമർപ്പിക്കണം, നമ്മുടെ നിയോഗങ്ങൾക്ക് ഉത്തരം ലഭിക്കുമോ എന്നിങ്ങനെ വിവിധ കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്താ വിഷയമാക്കുന്നത്. ജൂൺ മാസം നാം എന്ത് നിയോഗത്തോടെ പ്രാർത്ഥിക്കുന്നുവോ അത് നിറവേറിക്കിട്ടും എന്നാണ് തിരുഹൃദയ ഭക്തരുടെ വിശ്വാസം. നാം ചോദിക്കുന്ന നിയോഗങ്ങൾ അതുപോലെ നിറവേറിക്കിട്ടണമെന്നില്ല. നമ്മുടെ പ്രാർത്ഥനകൾക്ക് നമ്മുടെ നന്മയ്ക്കുതകുന്ന വിധത്തിൽ കർത്താവ് ഉത്തരം നൽകും. അവിടുന്ന് നമ്മുടെ നന്മയ്ക്കായി എല്ലാം ക്രമീകരിച്ചു തരും. നാം ചോദിക്കുന്നത് അതുപോലെ നിറവേറി കിട്ടണമെന്നില്ല. ഒരു പക്ഷേ നാം ചോദിക്കുന്നത് നമുക്ക് അനുഗ്രഹമാകില്ലായിരിക്കും. അപ്പോൾ അത് നമുക്ക് അനുഗ്രഹമാകത്തക്ക വിധത്തിൽ ഈശോ മാറ്റിത്തരും. അതുപോലെ നമ്മുടെ ജീവിതാന്തസ് തിരഞ്ഞെടുക്കാൻ ജൂൺ മാസത്തിൽ ഈശോയുടെ തിരുഹൃദയത്തോട് പ്രാർത്ഥിക്കുന്നത് സഹായകമാണ്. ദൈവ തിരുഹിതപ്രകാരം ജീവിതാന്തസ് തിരഞ്ഞെടുക്കുന്നതിന് തിരുഹൃദയത്തോട് നിയോഗം വെച്ച് പ്രാർത്ഥിക്കാവുന്ന മാസമാണ് ജൂൺ മാസം. തിരുഹൃദയത്തോട് ജൂൺ മാസത്തിൽ മാത്രമല്ല, എല്ലാ മാസാദ്യ വെള്ളിയാഴ്ചകളിലും തിരുഹൃദയ പ്രതിഷ്ഠ നടത്തി പ്രാർത്ഥിക്കാവുന്നതാണ്. അതുപോലെ എല്ലാ വെള്ളിയാഴ്ചകളിലും തിരുഹൃദയത്തോട് നൊവേന നടത്തി പ്രാർത്ഥിക്കാവുന്നതാണ്. തിരുഹൃദയത്തോടുള്ള ജപമാലയും ചൊല്ലി പ്രാർത്ഥിക്കാവുന്നതാണ്. ഈശോയുടെ തിരുഹൃദയത്തോട് നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾ, കുഞ്ഞുങ്ങളെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ച്, ഇടവകയ്ക്കു വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി എന്നിങ്ങനെ വിവിധ നിയോഗങ്ങൾ വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. ഈശോയുടെ മധുരമുള്ള തിരുഹൃദയമേ, എൻ്റെ സ്നേഹമായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയെ, എൻ്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കി തീർക്കണമേ എന്ന പ്രാർത്ഥന വളരെ അനുഗ്രഹപ്രദമായ പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന നമുക്ക് ദിവസവും എത്ര പ്രാവശ്യം വേണമെങ്കിലും ചൊല്ലാം. മനസ്സിൽ സുഹൃത ജപം പോലെ ചൊല്ലിക്കൊണ്ട് നടക്കാവുന്നതാണ്. ഈശോയുടെ മധുരമുള്ള തിരുഹൃദയമേ, എൻ്റെ സ്നേഹമായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയെ, എൻ്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിനൊത്തതാക്കി തീർക്കണമേ. ഇപ്രകാരം പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹപ്രദമാക്കി മാറ്റാവുന്നതാണ്. നാം പ്രത്യേക നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ നിയോഗം അതുപോലെ നിറവേറി കിട്ടണമെന്നില്ല. പക്ഷേ അത് നമുക്ക് അനുഗ്രഹപ്രദമായ വിധത്തിൽ കർത്താവ് ക്രമീകരിച്ചു തരും. ഈശോയുടെ ഇഷ്ടം എന്തെന്ന് വെളിപ്പെടുത്തി തരും, ഉറപ്പാണ്. ജൂൺ മാസത്തിൽ ഈശോയുടെ തിരുഹൃദയത്തോട് വിവിധ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച് എൻ്റെ ഒരനുഭവം പങ്കുവെച്ചുകൊള്ളട്ടെ. ഞാൻ 1987 ജൂൺ മാസത്തിൽ 2 നിയോഗങ്ങൾക്കായി തിരുഹൃദയത്തോട് നൊവേന നടത്തി പ്രാർത്ഥിച്ചു. ജൂൺ മാസം മുഴുവനും ഈ നിയോഗത്തോടെ പ്രാർത്ഥിക്കാനാണ് ഞാൻ നിശ്ചയിച്ചത്. എൻ്റെ 2 നിയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് പറയട്ടെ. ഒന്നാമതായി, എൻ്റെ ഗവൺമെൻറ് കോളേജിലെ ലെക്ചററായിട്ടുള്ള പോസ്റ്റിംഗ് PSC റാങ്ക് ലിസ്റ്റിൽ എൻ്റെ പേരുണ്ടായിരുന്നു. എനിക്ക് 1 വർഷം ടെമ്പററി ആയിട്ട് അപ്പോയിൻമെൻറ്റ് കിട്ടി. റാങ്ക് ലിസ്റ്റിൽ കുറേ പേരുടെ പോസ്റ്റിംഗ് കഴിഞ്ഞു. തൊട്ടടുത്ത് ഇനി ആദ്യത്തെ പോസ്റ്റിംഗ് എൻ്റേതാണ് വരാനുള്ളത്. ജൂൺ മാസം അക്കാഡമിക് ഇയർ ബിഗിനിങ് ആണല്ലോ, അധ്യയന വർഷത്തിൻ്റെ ആരംഭമാണല്ലോ. അതുകൊണ്ട് ഞാൻ ജൂൺ മാസം തിരുഹൃദയത്തോട് നൊവേന നടത്തി പ്രാർത്ഥിച്ച ഒരു കാര്യം, എൻ്റെ ഗവൺമെൻറ് കോളേജിലെ ലെക്ചറർ പോസ്റ്റിലേക്കുള്ള അപ്പോയിൻമെൻറ്റ് ഉടനെ ശരിയാക്കി തരണം. ഒരു വേക്കൻസി വന്നാലും എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടും. അതുകൊണ്ട് ഈശോ അത് ശരിയാക്കി തരണമെന്നായിരുന്നു എൻ്റെ ഒരു നിയോഗം. എൻ്റെ 2ാമത്തെ നിയോഗം, എനിക്ക് മലങ്കര കത്തോലിക്കനായ ഒരു ജീവിത പങ്കാളിയെ കർത്താവ് തന്നെ കണ്ടുപിടിച്ച് തരണം എന്ന് ഞാൻ അവിടുത്തോട് അപേക്ഷിച്ചു. വീട്ടുകാർ അന്വേഷിച്ചാൽ ചിലപ്പോൾ ഹിന്ദുക്കളായി പോകും, കാരണം ഹിന്ദു കുടുംബത്തിൽപ്പെട്ട ആളാണല്ലോ ഞാൻ. പക്ഷേ എനിക്ക് മലങ്കര സഭയിൽ നിന്ന് വിട്ടുപോകുന്നത് ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ കർത്താവിനോട് അപേക്ഷിച്ചു, എനിക്കൊരു മലങ്കര കത്തോലിക്കനെ ജീവിത പങ്കാളിയായി കണ്ടുപിടിച്ച് തരണം. ഒരു മലങ്കര കത്തോലിക്കനെ ജീവിത പങ്കാളിയായി നൽകണം എന്ന് മാത്രമല്ല, ഞാൻ കർത്താവിനോട് അപേക്ഷിച്ചത്
ഈശോയുടെ കാര്യങ്ങളിൽ വളരെ താല്പര്യത്തോടെ പ്രവർത്തിക്കുന്ന ഒരു ജീവിത പങ്കാളിയായിരിക്കണം. ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ സുവിശേഷ വേല ചെയ്യാൻ കഴിയണം. ഈശോയുടെ ശുശ്രൂഷയ്ക്ക് എന്നെ അനുവദിക്കുന്ന ഒരാളായിരിക്കണം. ഇങ്ങനെയാണ് ഞാൻ കർത്താവിനോട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചത്. ജൂൺ മാസം 13-ാം തീയതി ആയപ്പോൾ എന്നോട് ഒരു വൈദികൻ ചോദിച്ചു, സിസ്റ്ററാകാൻ തീരുമാനിച്ച് മഠത്തിൽ പോകാൻ തീരുമാനമെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന്. എനിക്ക് ആദ്യം അതൊരു ഇടിവെട്ടേറ്റതുപോലെ ആയിരുന്നു. കാരണം കർത്താവ് എന്നെ സന്യാസത്തിലേക്ക് വിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്കത് ഇഷ്ടമല്ല. കർത്താവ് നിർബന്ധിക്കുമ്പോൾ എൻ്റെ മക്കളെ അച്ഛനാകാനും സിസ്റ്ററാകാനും വിടാം എന്ന് പറയുമായിരുന്നു. അതുകൊണ്ട് ഈ പുരോഹിതൻ എന്നോട് മഠത്തിൽ പോകാൻ ആഗ്രഹിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛാ, എനിക്ക് കർത്താവിനു വേണ്ടി സേവനം ചെയ്യാൻ ഇഷ്ടമാണ്. പക്ഷെ അത് കുടുംബ ജീവിതത്തിലൂടെയും സാധിക്കും. എൻ്റെ മാതാപിതാക്കൾ മരിച്ചുപോയതാണല്ലോ. എൻ്റെ സഹോദരങ്ങളെ നോക്കേണ്ട ചുമതല എനിക്കാണ്. ഞാൻ അച്ഛനോട് ഇപ്രകാരം പറഞ്ഞപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ പോയി. അന്ന് രാത്രി ഉറങ്ങാൻ കിടന്നു. ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തു. അപ്പോഴേക്കും ഈശോ എൻ്റെ മുന്നിൽ വന്ന് നിന്നിട്ട് എന്നോട് ചോദിക്കുകയാണ്, ഒരു യാചകനെ പോലെ നിന്റെ പിന്നാലെ ഞാൻ എത്ര നാളുകൊണ്ട് നടക്കുന്നു. ഇനിയും നിനക്കെന്നെ നോ പറഞ്ഞു മടക്കി അയക്കാൻ സാധിക്കുമോ? നിന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ അനുവദിക്കുകയും ചെയ്യുന്ന ഒരാളെ കണ്ടുപിടിച്ച് തരണമെന്നല്ലേ നീ എന്നോട് ആവശ്യപ്പെട്ടത്? അതിനെന്നെ അല്ലാതെ മറ്റാരെയും തരാനില്ല എന്ന് പറഞ്ഞിട്ട് ഈശോ തിരിഞ്ഞങ്ങ് പോയി. എൻ്റെ സ്വപ്ന കൊട്ടാരങ്ങളെല്ലാം തകർന്നു വീണു. എനിക്ക് ഈശോയോട് യെസ് പറയാൻ വയ്യ, നോ പറയാനും വയ്യ. ഞാൻ കരയുക മാത്രം ചെയ്തു. ഒരാഴ്ചയോളം കഴിഞ്ഞപ്പോൾ ഞാൻ ഈശോയ്ക്ക് വാക്കുകൊടുത്തു, ഞാൻ അങ്ങയ്ക്കു വേണ്ടി സമർപ്പിത ജീവിതം നയിച്ചുകൊള്ളാം എന്ന്. ഞാൻ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഛായാചിത്രത്തിന് മുന്നിൽ അവിടത്തെ നോക്കി പ്രാർത്ഥിച്ചു നിൽക്കുമ്പോൾ എന്നോട് പറയുമായിരുന്നു, നീ പഠിപ്പിക്കേണ്ടത് എക്കണോമിക്സും സ്റ്റാറ്റിസ്റ്റിക്സും ഒന്നുമല്ല, ലൗകിക സമ്പത്തിനെയും സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചും ഒന്നുമല്ല നീ റിസർച്ച് ചെയ്യേണ്ടതും പഠിപ്പിക്കേണ്ടതും. എൻ്റെ വചനം പഠിപ്പിക്കാൻ നീ വരില്ലേ? വചനമാകുന്ന സമ്പത്ത് വ്യാപാരം ചെയ്ത് അനേകരെ എന്നിലേക്ക് ആകർഷിച്ചടിപ്പിക്കാനും നീ വരില്ലേ? പ്രിയമുള്ളവരെ, തിരുഹൃദയത്തോടുള്ള ജൂൺ മാസത്തെ എൻ്റെ പ്രാർത്ഥനയുടെ 2 നിയോഗങ്ങൾക്കും ഉത്തരം ലഭിച്ചത് എങ്ങനെയെന്ന് നിങ്ങൾ ഒന്ന് ചിന്തിച്ചേ. ഒന്നാമതായി, കോളേജിലെ ലെക്ചറർ പോസ്റ്റ്. കർത്താവ് അതിന് തന്ന ഉത്തരം എന്താണ്? നീ സാമ്പത്തിക ശാസ്ത്രം പഠിപ്പിക്കേണ്ടവളല്ല, എൻ്റെ വചനമാകുന്ന സമ്പത്ത് വ്യാപാരം ചെയ്യാനും എൻ്റെ വചനം പഠിപ്പിക്കാനും നീ വരില്ലേ? എൻ്റെ ജീവിതത്തിലെ പന്ഥാവ് കർത്താവ് തിരിച്ചുവിടുകയാണ്. അതുപോലെ എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു മലങ്കര കത്തോലിക്കനെ ജീവിത പങ്കാളിയായി കർത്താവ് കണ്ടുപിടിച്ച് തരണമെന്നാണ് ഞാൻ അവിടത്തോട് അപേക്ഷിച്ചത്. പക്ഷേ നോക്കിയേ, അവിടുന്ന് എനിക്ക് ജീവിത പങ്കാളിയായി അങ്ങയെ തന്നെ നൽകി എന്നെ അങ്ങയുടെ സ്വന്തമാക്കി. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈശോയുടെ തിരുഹൃദയത്തോട് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പക്ഷെ ഈശോയുടെ തിരുഹിതമനുസരിച്ച് വഴി തിരിച്ചു വിട്ടേക്കാം. എന്തായാലും ഈശോയുടെ തിരുഹൃദയത്തോട് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും ഉത്തരം കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ നമ്മൾ ചോദിക്കുന്നത് അതുപോലെ നിറവേറി കിട്ടണമെന്നില്ല. നമുക്ക് നന്മയായത് മാത്രമേ കർത്താവ് ചെയ്തു തരത്തുള്ളൂ. അല്ലെങ്കിൽ നന്മയായ വിധത്തിൽ അതിനെ മാറ്റും കർത്താവ്. പ്രിയമുള്ളവരെ, നമുക്ക് തിരുഹൃദയത്തോടുള്ള നമ്മുടെ ഭക്തി വർദ്ധിപ്പിക്കാം. എല്ലാ മാസാദ്യ വെള്ളിയാഴ്ചകളിലെ തിരുഹൃദയ പ്രതിഷ്ഠ, എല്ലാ വെള്ളിയാഴ്ചകളിലുമുള്ള തിരുഹൃദയത്തോടുള്ള നൊവേനയോ ജപമാലയോ, അതുപോലെ ഈശോയുടെ മധുരമുള്ള തിരുഹൃദയമേ എൻ്റെ സ്നേഹമായിരിക്കണമേ, ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയെ എൻ്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിനൊത്തതാക്കി തീർക്കണമേ എന്ന നിമിഷ പ്രാർത്ഥന, ഇതെല്ലാം നമുക്ക് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ട് തിരുഹൃദയത്തോടുള്ള ഭക്തി നമുക്ക് വർദ്ധിപ്പിക്കാം. അനേകരെ തിരുഹൃദയ ഭക്തിയിലേക്ക് ആകർഷിച്ചടുപ്പിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ രാജ്യം അതിവേഗം നമ്മുടെ ഇടയിൽ വ്യാപിക്കുവാനായി നമുക്ക് പരിശ്രമിക്കാം. ഇതിനായി ഈശോയുടെ തിരുഹൃദയം തന്നെ നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. അടുത്ത എപ്പിസോഡിൽ
ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഛായാചിത്രത്തിൻ്റെ പൊരുൾ എന്തെന്ന് നമുക്ക് ധ്യാനിക്കാം. അതുവഴി എങ്ങനെ ഈശോയുടെ തിരുഹൃദയത്തോട് നാം കൂടുതൽ അടുക്കണം, എങ്ങനെ തിരുഹൃദയ ഭക്തിയിൽ നമുക്ക് വളരാം എന്നതിനെക്കുറിച്ച് ചിന്തിക്കാം. സർവശക്തൻ നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും. ആമേൻ.